കുത്തക കമ്പനികളുണ്ട്, അൽ കബീറിനെ പോലെയുള്ളത്. പശുവിൻ്റെ മാംസം ഉണ്ട് എന്നും പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യന്മാരെ തല്ലിക്കൊല്ലുന്നവരുടെ നേതാക്കൾ നടത്തുന്നതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബീഫ് കയറ്റുമതി സ്ഥാപനങ്ങളെല്ലാം. അതിൽ ദിവസം നൂറുകണക്കിന് ഈ ഉരുക്കളെ അറവ് നടത്തുന്നു, അല്ലെങ്കിൽ മാംസമാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുന്നു. ഇവർ പോയിട്ട് ഈ കറവറ്റിയ പശുക്കളൊക്കെ ചുളിവ് വിലക്ക് 2000-നും 3000-നും വാങ്ങിക്കൊണ്ടുവരും. കർഷകനെ സംബന്ധിച്ചിടത്തോളം 2000-എങ്കിലും വലിയ കാര്യം. കാരണം ഈ പശുവിന് തീറ്റ കൊടുത്ത് അങ്ങനെ വളർത്തണം. ഇപ്പം ആരാ അവിടെ ലാഭം ഉണ്ടാക്കുന്നത്? സാധാരണ ഇതിന് 30,000-നും 35,000-നും വാങ്ങേണ്ട പശുവിനെ 2000-നും 1500-നും ചുളിവിന് കുത്തക മാംസ വിപണന കമ്പനിക്കാർ മേടിച്ചുകൊണ്ട് പോകുന്നു. അവരുടെ ഏജന്റുമാർ സംഘടിപ്പിക്കുന്നു. വലിയ വില കൂട്ടിയിട്ട് അവരതിനെ പാക്ക് ചെയ്ത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിടുന്നു. കർഷകൻ പിന്നെയും തോറ്റു, പാവപ്പെട്ടവൻ പിന്നെയും പരാജയപ്പെട്ടു. തുകൽ വ്യവസായം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഒരു സംഭവമാണ്. അതില്ലാണ്ടായി. പാവപ്പെട്ട കുറേ ആൾക്കാരുടെ ജോലി നശിച്ചു. എന്നിട്ടോ ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്ന രാജ്യങ്ങളിൽ മുൻനിരയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്തു. അതെന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? സാധാരണഗതിയിൽ 35,000 കൊടുത്ത് ഈ കമ്പനി വാങ്ങുന്ന പശുവിനെ ഇപ്പോൾ അവർക്ക് 2000-ന് കിട്ടും. സ്വാഭാവികമായിട്ട് കൂടുതൽ കയറ്റുമതി നടക്കും. ലോകത്ത് എവിടെയെങ്കിലും മാംസം കഴിക്കാത്തവരുണ്ടോ? ലോകാടിസ്ഥാനത്തിൽ തന്നെ. കാരണം അത് അങ്ങനെ ഒരു കൃത്യമായ ചക്രത്തിൽ നടന്നുകൊണ്ടേയിരിക്കണം. പാലിന് എന്തായാലും പശു വേണ്ടായി. ഈ പശുവിനെ പാലൊക്കെ വറ്റുന്ന സമയം മുതൽ പിന്നെ നരകിക്കാൻ വിടണോ? ഉത്തരേന്ത്യയിലൊക്കെ തെരുവുകളിൽ ഇങ്ങനെ ശ്വാസം മുട്ടി മരണത്തോട് മല്ലടിക്കുന്ന പശുക്കളുടെ നീണ്ട കാഴ്ചകൾ പല വ്ളോഗർമാരും വീഡിയോ വിട്ടത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതുകൊണ്ടാണ് മനുഷ്യാരംഭം മുതലൊക്കെ ഇത് ഉപയോഗിച്ചു വരുന്നത്. അത് പാടില്ലെന്ന് പറയുന്ന ആളുകളുടെ ലക്ഷ്യങ്ങൾ നമ്മൾ തൽക്കാലം ഓർമ്മിക്കാം. ഇപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ, പ്രത്യേകിച്ച് മക്കയിലും മദീനയിലും, ഈ സീസണിൽ അറവ് നടത്തുന്ന മൃഗങ്ങളെ മൊത്തം ആധുനിക സംവിധാനങ്ങളോടുകൂടെ സംസ്കരിച്ച് ഭക്ഷണമില്ലാതെ നിറയിക്കുന്ന വിവിധ രാജ്യങ്ങളിലേക്ക് കൊടുത്തയക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അത് എത്രമേൽ വലിയ അനുഗ്രഹമാണ്. ലോകത്ത് പണവും ഭക്ഷണവും കൂടിയിട്ട് പൊറുതുമുട്ടുകയാണ് ഒരു വിഭാഗം ആളുകൾ. എന്നാൽ ഒരു നേരം വിശപ്പടക്കാൻ പോലും പറ്റാഞ്ഞിട്ട് ഒട്ടകം വിസർജിക്കുന്നത് വാഗൊണ്ട് സ്വീകരിക്കുന്ന ഒരു സമൂഹമുണ്ട് ലോകത്ത്. കുറേ ആളുകൾ പെട്രോൾ നിർമ്മിക്കാൻ വേണ്ടി ഗോതമ്പ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശേഖരിച്ചു വെച്ചതിൽ പിന്നീട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ കടലിൽ തട്ടിയിട്ട് പ്രകൃതിയും മലിനാക്കുന്നു. നേരെ മറിച്ച് ലോകത്തിൻ്റെ നല്ലൊരു വിഭാഗം മനുഷ്യർ പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുന്നു.